നമസ്കാരം. അബാക് മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടാകുന്നതിന് മുമ്പാണ് അബാക് മീഡിയയിലൂടെ മുല്ലപ്പെരിയാർ തകരും എന്ന തരത്തിൽ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരു പ്രവചനം ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് ആ കുട്ടിയുടെ മെഡിറ്റേഷൻ ഗുരുവായ തസ്മൈ ഗുരുജിയുടെ അഭിമുഖവും പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യൻ വിഷ്ണു എന്ന് പറയുന്ന ഒരു യുവ എഞ്ചിനീയറുടെ ഇന്റർവ്യൂ ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. അതിൽ വിഷ്ണു പറഞ്ഞത് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഈ പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ ഡാം തകരുന്നത് അദ്ദേഹം മെഡിറ്റേഷനിലൂടെ കണ്ടു എന്നാണ്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെട്ട 3 വീഡിയോകളാണ് അത്. അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് 12-ാം തീയതിക്ക് ശേഷം ഒട്ടനവധി ഫോൺ കോളുകളും മെസ്സേജുകളുമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവചനം എന്തുകൊണ്ട് സത്യമായില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. ഞങ്ങളത് വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. തസ്മൈ ഗുരുജി മുങ്ങിയോ? തസ്മൈ ഗുരുജി എവിടെയാണ്? തസ്മൈ ഗുരുജിയുടെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ചോദിച്ച് കളിയാക്കി വിളിക്കുന്നവരുണ്ട്. ഇന്ന് തസ്മൈ ഗുരുജി നമ്മളോടൊപ്പം ചേരുന്നു. തസ്മൈ ഗുരുജി, സ്വാഗതം. നമസ്തേ. നമസ്തേ. അങ്ങ് മുങ്ങി എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. എവിടെയാണുള്ളത്? ഞാൻ എങ്ങും മുങ്ങിയിട്ടില്ല. പഴയ സ്ഥലത്ത് പഴയ രീതിയിൽ ആശ്രമ ജീവിതമായിട്ട് അങ്ങനെ തന്നെ പോകുന്നു. മെഡിറ്റേഷനിൽ കാണുന്നവയെല്ലാം സത്യമാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ കാണുന്നവയിൽ ചിലതൊക്കെ സത്യമാകാറുണ്ട് എന്ന് ഞാനും ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. വിഷ്ണുവിന്റെ പ്രവചനത്തിന് യാതൊരു വിധമായ സത്യസന്ധതയും ഉണ്ടായിരുന്നില്ല എന്നാണ് കാലം തെളിയിക്കുന്നത്. ഡാം തകരുന്നത് മാറ്റി നിൽക്കും, ഒരു മഴ പോലും അന്നേ ദിവസം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓണമുണ്ടു, ആർക്കും ഓണം ഉണ്ണാൻ കഴിയില്ല എന്നൊക്കെ വിഷ്ണു പറഞ്ഞിരുന്നു. എല്ലാവരും ഓണമുണ്ടു, സന്തോഷത്തോടെ ഓണം കൊണ്ടാടി. വയനാടിനെയൊക്കെ എല്ലാവരും മറന്നു. ഓണം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഗുരുജി, എന്തുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പ്രവചനം ഇങ്ങനെ തെറ്റിയത്? ആദ്യമേ അതിനകത്തൊരു ചെറിയ തിരുത്ത് പറഞ്ഞോട്ടെ. ഇതൊരിക്കലും ഒരു പ്രവചനമല്ല എന്ന് ഞാൻ അന്ന് മുതലേ ഇന്ന് വരെ എപ്പോഴും പറയുന്നത്. അവരും പറയുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്, എല്ലാവരും ഇത് തന്നെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ടോ സമൂഹത്തിന് ഇത് പ്രവചനം എന്ന് കേൾക്കാനാണ് ഇഷ്ടം. ഇപ്പോ നമ്മളൊന്ന് വിചാരിക്കുക, നമ്മുടെ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഐസിയുയിൽ കിടക്കുന്ന സമയത്ത് പറയും, വീട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചോ, കുടുംബക്കാരെ അറിയിച്ചോ, ഞങ്ങള് സപ്പോർട്ടെല്ലാം മാറ്റുകയാണ്, ഇനി നോക്കാനില്ല എന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് ആള് തിരിച്ച് ജീവനോടെ വന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, അത് ദുഃഖം ഉണ്ടാവും? സന്തോഷം ഉണ്ടാവും. ഇത് അതുപോലെ തന്നെ ഒരു കാര്യമാണ്. ഞാൻ പറയുമ്പോഴെല്ലാം പറയണ്ടായിരുന്നു, പ്രപഞ്ചത്തിന്റെ തീരുമാനമാണത്. മനുഷ്യനിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ പ്രപഞ്ചത്തിന്റെ തീരുമാനം മാറും. അത് കുറച്ച് നീട്ടി കിട്ടും, വീണ്ടും നീളും. എത്രയോ ആളുകൾ ഈ ഒരു ന്യൂസോടുകൂടി ആളുകളുടെ ആന്തരികമായ ചെറിയൊരു പരിവർത്തനം വന്നു എന്നുള്ളത് രോഹിത്തിനും ഒരുപക്ഷെ അറിയായിരിക്കും, എനിക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം. കണ്ടമാനം കോളുകൾ എനിക്ക് വന്നു, പൊട്ടുവോ, മാറി താമസിക്കണോ. ഇപ്പോഴും ഇവിടെ ഒരു ഫാമിലി ഇവിടെ നിന്ന് US പോവാണ് എന്ന് പറഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടേച്ച് അവർ US പോയിട്ടുണ്ട്. അപ്പൊ അതൊരു വെറുതെ പോയതല്ലല്ലോ. ചിലപ്പോൾ നേരത്തെ പോകാൻ പ്ലാൻ ചെയ്താർന്നാണ്, ചിലപ്പോൾ ഈ ഡാം പൊട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പ്ലാൻ ചെയ്തതാണ്. എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും അവരവരുടെ സുരക്ഷിതം പറ്റുന്ന രീതിയിൽ അവര് മനസ്സുകൊണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്തു. അധർമ്മത്തിൽ നിന്ന് വിട്ടുമാറാം, നന്മയിലേക്ക് തിരിയാമെന്ന്. അല്ല, നന്മയിലേക്ക് തിരിഞ്ഞു എന്നതില് അപ്പുറത്തേക്ക് ഞാൻ പറയാം. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രായമായ അച്ഛനെയും അമ്മയെയും കോട്ടയത്ത് എവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്, അവരെ കണ്ണൂർ വരെ കൊണ്ടുപോയി മാറ്റി താമസിപ്പിച്ചു. ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു, ഒന്നും സംഭവിക്കാത്തതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ല, അതിനുവേണ്ടി ഞാൻ സമയം മാറ്റിവെച്ചു, ഞാൻ വാഹനം കൊണ്ടുവന്ന് അവരെ കൊണ്ടുപോയി അവരെ സേഫാക്കി നിർത്തി. എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ പാനിക്കാക്കുന്നത് നിങ്ങൾ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പക്ഷെ പൊട്ടിയിരുന്നു എന്നിരിക്കട്ടെ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സത്യം ഉണ്ടായിട്ട് പ്രപഞ്ചം എന്നോട് പറയാനാണ് പറയണത്. പ്രപഞ്ചം പറയുന്ന ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എന്റെ പ്രവചനമാണെങ്കിൽ എനിക്ക് അവോയ്ഡ് ചെയ്യാം, വേണമെങ്കിൽ അത് അതിന്റെ ശിക്ഷയും കുറ്റവും ഒക്കെ എനിക്ക് ഏറ്റെടുക്കാം. പക്ഷെ എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല. ഇത് പൊട്ടിയില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം എന്നെ ഒരാൾ പോലും വിളിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ട് പൊട്ടിയില്ല എന്ന് പറഞ്ഞു. ഒരാള് ക്ലാസ്സിൽ പൊട്ടുന്നതിന് മുമ്പേ ഇരിപ്പുണ്ട്, അയാൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഗുരുജി പറഞ്ഞ ദിവസം ഡാം പൊട്ടിയില്ലോ. ഞാൻ എത്ര പറഞ്ഞാലും പുള്ളി വീണ്ടും പറയും, എന്നാലും ഗുരുജി കാരണം എനിക്ക് ഇത്രയും സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ഞാൻ ഇവിടുന്ന് കംപ്ലീറ്റ്ലി തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, എനിക്ക് അതിൻ്റെതായ വിഷമവും ബുദ്ധിമുട്ടുണ്ട്, പൊട്ടിയില്ലോ. ഞാൻ പറയും, പൊട്ടാത്തത് നല്ലതല്ലേ എന്ന് ചോദിക്കും. അദ്ദേഹം വീണ്ടും അതേ ചോദ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മളുടെ അധർമ്മം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ സമയത്തും ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കൊറോണ വന്നു, എത്രയോ കുടുംബം നശിച്ചു, എത്രയോ ആളുകൾ മരിച്ചു. എൻ്റെ അടുത്ത് ഇപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു അമ്മയുണ്ട്.
ഒരു കൊറോണ കൊണ്ട് ഭർത്താവും മകനും നഷ്ടപ്പെട്ടു. ആ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതുപോലെ. പക്ഷെ അവർക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. കൊറോണ അവരെ കൊണ്ടുപോയി കൊണ്ട് അവർക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. ഡാം പൊട്ടി ആ കേരളത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാലും ഇന്ത്യ അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ അതിനോടനുബന്ധിച്ച് അനേകം ഇൻസിഡന്റ്, ചെയിൻ ഓഫ് ഇൻസിഡന്റ് നമ്മള് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇത് പൊട്ടാത്തത് കൊണ്ടോ ജനങ്ങളിൽ മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിത വിഭാഗത്തിന്റെ അന്വേഷണം കൊണ്ടോ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ടെററിസ്റ്റ് അറ്റാക്കും ഉണ്ടായില്ല. പല അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നത് തടയാൻ പറ്റി. പലതും നമ്മുടെ രാജ്യത്തിന് ഗുണമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രവചനമായിട്ട് കാണരുത്. ഒരാൾക്ക് ഒരു ക്യാൻസർ ഉണ്ട് എന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അതൊരു സയന്റിഫിക് ഫൈൻഡിങ് ആണ്. ഒരു വ്യക്തിക്ക് ഒരു രോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത് എന്റെ ഒരു സയന്റിഫിക് ഫൈൻഡിങ് മാത്രമാണ്. അല്ല, അതിനൊരു ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ സാധിക്കും. ഗുരുജിക്ക് എന്താണ് അങ്ങനെ ഒരു സയന്റിഫിക് ഫൈൻഡിങ് ആണെങ്കിൽ എന്ത് റിപ്പോർട്ടാണ് ആളുകൾക്ക് മുന്നിൽ വെക്കാൻ വരിക? ഞാൻ അത്ര വലിയ ധനികനല്ലോ ടെസ്റ്റ് റിപ്പോർട്ടും സാധനം കൊടുക്കാൻ. ഇപ്പൊ ടെസ്റ്റ് റിപ്പോർട്ടുള്ള ക്യാൻസർ പേഷ്യന്റും അല്ലെങ്കിൽ എല്ലുകൾ നുറുങ്ങിപ്പോകുന്ന വളരെ റെയർ ആയിട്ടുള്ള അസുഖമുള്ള ആളുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ണിന് പ്രോബ്ലം ഉള്ള, കണ്ണിന് ക്യാൻസർ ബാധിച്ച രോഗികളും അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് അസുഖമുള്ള ആളുകളും ഒക്കെ വന്നിട്ട് മെഡിറ്റേഷനിലൂടെ ആസ്ട്രൽ ട്രീറ്റ്മെന്റ് നടത്തി അവരുടെ അസുഖം മാറുന്നു. അവരെല്ലാം വരുന്നത് മെഡിക്കൽ എവിഡൻസോട് കൂടി തന്നെയാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആസ്ട്രൽ ട്രീറ്റ്മെന്റ് നടക്കുന്നത്? എനിക്ക് അവർക്ക് കൊടുക്കാൻ ഡോക്യുമെന്റ് ഇല്ല. പക്ഷെ ഞാൻ ഇന്ന് അതിനെല്ലാം റിസർച്ച് ചെയ്ത് ഫൈൻഡിങ്സ്, ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു വലിയ റിസർച്ച് ടീമുണ്ട്. അപ്പൊ ഞാൻ ഒരു സംശയം, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ. എന്തായാലും മനുഷ്യർ കുറച്ചെങ്കിലും ഒക്കെ മാറിയത് കൊണ്ട് പ്രകൃതി, പ്രപഞ്ചം ആ വലിയ ദുരന്തത്തെ തടഞ്ഞു എന്നാണോ അങ്ങ് പറയുന്നത്? ഇല്ല, ഒരിക്കലും തടഞ്ഞോന്നല്ല. അത് കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചിട്ട് അടുത്തൊരു ദിവസം പറഞ്ഞ് ഞാൻ ആരെയും ഭയപ്പെടുത്തണില്ല. പക്ഷെ ഒരു സത്യം പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ മെഡിറ്റേഷനിൽ ഡാം പൊട്ടുമെന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ബാറ്ററിയിൽ മിസ്റ്റേക്ക് വന്നിട്ട് ക്ലോക്ക് ഇങ്ങനെ തെന്നി കളിക്കില്ലേ, അതുപോലെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വിഷ്ണുവിന്റെ പ്രവചനമായിരുന്നു സെപ്റ്റംബർ മാസം 12 ഓണം ഉണ്ടില്ല എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് ആദ്യം ഇത് പ്രവചിച്ച കുട്ടി 4ാം ക്ലാസ്സുകാരൻ 100 ദിവസമാണ് പറഞ്ഞത്. ഇന്ന് 56 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ആ വീഡിയോ ചിത്രീകരിച്ചിട്ട്. എനിക്ക് തോന്നുന്നു അതിന് 4 ദിവസം മുമ്പാണ് ആ കുട്ടി മെഡിറ്റേഷനിൽ ഇത് കണ്ടത്. അപ്പൊ 60 ദിവസം, 40 ദിവസങ്ങൾ ബാക്കി. അപ്പോ എന്തായാലും ഇതിന്റെ ഒരു വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. അപ്പൊ അത് ഞങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലെ? നമ്മള് എപ്പോഴും ഭയപ്പെടണം രോഹിത്. ഇനി നമുക്ക് ഭയപ്പെട്ടേ പറ്റുള്ളൂ. കാരണം ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന, പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, ചെറുതല്ല. നമ്മളുടെ ജീവിത രീതി മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനുദിനം ഓരോ ദിവസവും നമ്മൾ ഭയപ്പെട്ട് സന്തോഷമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബ്രഹ്മജ്ഞാനം നേടിയിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ? ഓരോ ദിവസവും മെഡിറ്റേഷന് കിട്ടുന്ന ഇൻഫർമേഷൻ എനിക്ക് വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ 2-3 ദിവസം മുമ്പ് കൂടി PM-ന് ഒരു വലിയ ഡോക്യുമെന്റ് മെയിൽ ചെയ്തേ ഉള്ളൂ. കാരണം രാജ്യത്ത് കണ്ടിന്യൂസ്ലി നടക്കാൻ പോകുന്ന പല പ്രശ്നങ്ങളാണ് നമ്മൾ അറിയുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒരു 21 ദിവസം മുൻപറിഞ്ഞ ഒരു കാര്യമാണ്. ഒരു വെപ്പൺ എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ വൈറസ് ക്യാരി ചെയ്തുകൊണ്ട്, അതായത് എമറൈറ്റ്സ് എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ക്യാരി ചെയ്തുകൊണ്ട് ഒരു വ്യക്തി വരാൻ പോകണം. അയാളുടെ രൂപരേഖ വരെ വരച്ച് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. എനിക്കറിയാം ആരെ ക്ലിയർ ആയില്ല. വെപ്പൺ എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ, അല്ല മനസ്സിലായത്, ടാർഗറ്റ് ചെയ്യുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ്? ഒൺലി മുസ്ലിം കമ്മ്യൂണിറ്റി. അതായത് ലോകത്ത് നിന്ന് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജൈവായുധമാണ്. അതെങ്ങനെയാണ് ഗുരുജി സാധ്യമാകുന്നത്? കാര്യം ഞാൻ അതിന്റെ 2 ചിത്രങ്ങൾ അറ്റാച്ച് ചെയ്ത് ഞാൻ രോഹിത്തിന് അയച്ചു തരാം. ഒന്ന് ആ ഫ്ലൈറ്റിന്റെ പടം, അതിനകത്ത് ക്യാരി ചെയ്യുന്ന വ്യക്തിയുടെ മെഡിറ്റേഷനിൽ കണ്ട ആളുടെ പടം. രണ്ടാമത്തത് ഇത് എങ്ങനെ ബോഡിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ എഫക്ട് ചെയ്യും എന്നുള്ളതിന്റെ. അല്ല, അത് സംഭവിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രം ഇത് ബാധിക്കുക? ഏകോദര സഹോദരങ്ങളെ പോലെ ഹൈന്ദവനും സഹോദരങ്ങളൊക്കെ ശരിയാണ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കുന്ന ഈ വ്യക്തിക്ക് എന്തിനാണ് ഒരു കൂട്ടർ മാമോദീസയും മറ്റൊരു കൂട്ടര് സുന്നത്ത് എന്ന് പറയുന്ന 2 കർമ്മം? അല്ല, സംഭവിച്ചു. മതങ്ങളുണ്ട്, മതങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങളായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പറയാം. ഇപ്പോ മോഡേൺ സയൻസിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക. ഇത് ഞാൻ
സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു ശബ്ദത്തിനും ഓരോ വൈബ്രേഷൻ. ഇപ്പൊ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാം നമ്മുടെ ഒരു ഇതളുകൾ പോലെയുള്ള വൈബ്രേഷൻസ് ആണ് ഈ മന്ത്രങ്ങൾക്കുള്ളത്. ഇനി അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അജാൻ വിളിക്കുന്ന സമയത്ത് അതിന്റെ വൈബ്രേഷൻ നോക്കുക. ഈ വൈബ്രേഷൻ നമ്മുടെ ബോഡിയിൽ സൂക്ഷ്മമായിട്ട് DNA കോഡ്സിൽ വരെ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ചേഞ്ചസ് എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. സയന്റിഫിക് ആളുകളുണ്ടല്ലോ, അവർക്ക് റിസർച്ച് ചെയ്യാൻ അവർക്ക് സ്വാഭാവികമായിട്ടും ഓംകാര മന്ത്രവും ഈ പറയപ്പെടുന്ന ബാങ്ക് വിളിയും ഒക്കെ വൈബ്രേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായി പലരും അപ്പോ ഈ വൈബ്രേഷനിലുള്ള ഇന്ന വേവ്സ്, അതായത് നമ്മള് FM AM എന്നൊക്കെ പറയുന്ന ഓരോ വേവ്സ് ഉണ്ടല്ലോ, അതേപോലെ ഒരു വൈബ്രേഷനിൽ മാത്രമേ ഈ വൈറസ് പ്രവർത്തിക്കുള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിരുദ്ധരാണ് മുസ്ലിം സഹോദരങ്ങൾ. എന്നിട്ട് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ആരാന്നറിയോ? പ്രധാനമന്ത്രിയും അജിത് ഡോവലുമാണ്. അല്ല, ഹിന്ദു വിരുദ്ധരാണ് അടച്ചാക്ഷേപിക്കരുത് ഗുരുജി. അടച്ചാക്ഷേപിക്കല്ല, ഞാനൊരു വരാൻ പോകുന്ന വലിയൊരു ഡിസാസ്റ്റർ, വലിയൊരു ദുരന്തത്തെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഞാൻ വിളിച്ചു പറയാണ്. എനിക്ക് പറയാൻ ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ഞാൻ ഓർത്ത് പറഞ്ഞേക്കാം. എന്താണെങ്കിലും ഞാൻ ഇതിന്റെ ഡോക്യുമെന്റ്സ് പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് പറഞ്ഞ എന്താ? അല്ല ഗുരുജി, ഇതിനു മുമ്പ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചിട്ട് തീവ്രവാദി സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രൈം മിനിസ്റ്റർക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. ഉണ്ട്. അതിന് മറുപടി വല്ലതും കിട്ടിയായിരുന്നോ? എനിക്ക് കിട്ടി. അതിന്റേതായ ഡിപ്പാർട്ട്മെന്റ് അത് നോക്കുന്നുണ്ട്. പക്ഷെ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ന്യൂസിലൂടെ അല്ലെങ്കിൽ ചെറിയ മെസ്സേജിലൂടെ ഒക്കെ അറിയാൻ പറ്റിയപ്പോ എനിക്ക് സന്തോഷമുണ്ട്. ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചാകാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടതാവും. ഡൽഹിയിൽ നിന്ന് ഒരു വ്യക്തിയെ പിടിച്ചു, അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ചില ഇഷ്യൂസ് വന്നത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ചൈനയിലുണ്ടായ കൊടുങ്കാറ്റ്, അത് നേരത്തെ ഇന്ന ഭാഗമെന്ന് നമുക്കറിയാൻ പാടില്ല, വലിയൊരു കൊടുങ്കാറ്റ് വരണമെന്ന് മാത്രമേ അറിയാറുള്ളൂ. അതുപോലെ സുരക്ഷാ സംവിധാനത്തെ പറ്റിയിട്ട്, ഇനി ഗുജറാത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട്, ഇതെല്ലാം നമ്മളിങ്ങനെ ചെയിൻ ഓഫ് ഇൻസിഡന്റ് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ ഒരു വിഷയത്തിൽ ഒരു മെയിൽ അയച്ചിരുന്നല്ലോ. എങ്ങനെ? കേരള മുഖ്യമന്ത്രിക്ക് ഏതോ ഒരു വിഷയത്തിൽ ഒരു മെയിൽ അയച്ചിരുന്നില്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയിക്കേണ്ട. ഇത് അറിയിക്കേണ്ട റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും PM-ന്റെ സെല്ലിലേക്കാണ് അത് അറിയിക്കേണ്ടത്. അത് കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് അവിടെ നിന്ന് അത് ഫോർവേഡ് ചെയ്തോളും. ഡിപ്പാർട്ട്മെന്റിന് ആർക്ക് ഫോർവേഡ് ചെയ്തിട്ടെന്നുള്ളത് നമ്മൾ റിപ്ലൈ ആയിട്ട് അറിയിക്കുകയും ചെയ്യും. ഗുരുജിക്ക് കേന്ദ്രത്തിലാണ് പിടിയെങ്കിൽ കേന്ദ്രത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ചുമത്തി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൂടെ? പക്ഷെ അതിനും ഒരു ചർച്ച ഉണ്ടായി. ഇതിന്റെ മുകളിൽ വലിയ എന്താ പറയുക, സുപ്രീം കോടതി ഒരു വിധിയൊക്കെ ഉണ്ടായില്ലേ പെട്ടെന്ന്. സുപ്രീം കോടതി വിധിയല്ലല്ലോ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര ജലവിഭവ വകുപ്പ് അവര് ഇവിടെ മുല്ലപ്പെരിയാർ ഡാമിൽ സൂക്ഷ്മ പരിശോധന നടത്താൻ തീരുമാനമായിട്ടുണ്ട്. രോഹിത്, ഇപ്പൊ എനിക്ക് വളരെ ലിമിറ്റഡ് എന്താ പറയുക എനിക്ക് ആരെയും വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ആരെങ്കിലും പോയിട്ട് അങ്ങനെ പ്രധാനമന്ത്രിയെ കാണാനെന്നുള്ള ഹോൾഡൊന്നും എന്റെ കയ്യിലില്ല. ഞാനൊരു സാമാന്യ വ്യക്തിയായി എനിക്ക് അറിയാവുന്ന ടെക്നിക്കൽ ഐഡിയ അനുസരിച്ച് ഞാൻ അതിന് മെയിൽ അയക്കും, അതിന് റിപ്ലൈ വരുന്നുണ്ട്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ട, അത്രേ ഉള്ളൂ. അപ്പോ താങ്കൾ പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്? ഇല്ലില്ല, ഭാരതത്തിലല്ല, ലോകത്ത് മുഴുവൻ ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഈ എമിറേറ്റ്സ് വിമാനം ഇന്ത്യയിലാണോ വന്നിറങ്ങാൻ പോണേ? അത് ഏത് ഭാഗമാണെന്നറിയില്ല. എയറിൽ വെച്ചിട്ടാണ് അതിനുള്ള സംവിധാനം എല്ലാം കണ്ടത്. ക്യാരി ചെയ്യുന്ന ആളുടെ കാരിക്കേച്ചർ പിക്ചറും എന്റെ കയ്യിലുണ്ട്. പടം സഹിതം പുറത്തുവിടുകയാണ്? പടം സഹിതമാണ്. ഞാൻ തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിനെ പറയണതിന് കുഴപ്പം. പക്ഷെ ഇത് ഒരുപക്ഷെ ഒരു കൂട്ടം ആളുകൾ ഇത് വിശ്വസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾക്ക് അങ്ങനെയുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നത് സത്യം തന്നെയാണ്. ആളുകളുടെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ എനിക്ക് അറിയുന്ന കാര്യം ഞാൻ സത്യം പറഞ്ഞേ പറ്റുള്ളൂ. ഇതൊരു വലിയ ഡിസാസ്റ്റർ ആണ്. ഇത് തടയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവരവർ തന്നെ തീരുമാനിക്കണം. എനിക്ക് പറ്റില്ല, എനിക്ക് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എനിക്ക് മിണ്ടാണ്ടിരിക്കാം. പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ. ഞാൻ സംശയിച്ചിട്ടുണ്ട്, ഈ മുല്ലപ്പെരിയാർ വിഷയത്തില് പ്രപഞ്ചം ഇത് മാറ്റിവെച്ചത് ആളുകളൊക്കെ നന്നായത് കൊണ്ടാണോ? എങ്ങനെയാണ് ഈ ആളുകൾക്ക് നന്നായി എന്ന് കുറിച്ച് പറയുക? ഇല്ല, അങ്ങനെ നന്നായി എന്നല്ല പറഞ്ഞു. ഒരല്പ സമയത്തേക്ക് ഒരു ചെറിയ ഗ്യാപ്പ് അത്രയും വിചാരിച്ചാൽ മതി. ഇത് പൊട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇങ്ങനെ ഡേറ്റ് മൂവ് ചെയ്ത് പോവാം. ഞാൻ അന്നും പറഞ്ഞു, ഇത് 100 ദിവസം എന്ന് പറയണത് വേണമെങ്കിൽ 5 വർഷമാവും, ചിലപ്പോൾ പൊട്ടാതിരിക്കാനും പറ്റും. അത് പ്രപഞ്ചത്തിന്റെ മാത്രം ഡിസിഷനാണ്, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല.
അപ്പൊ ആ കുട്ടിയുടെ ഈ മെഡിറ്റേഷനിൽ കണ്ടതിനെ പ്രവചനം എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നതിനെ കാര്യമാക്കണ്ട, ധൈര്യമായി മുന്നോട്ട് പോകാം. അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. ആ കുട്ടിയോട് ഇപ്പോഴും കൃഷ്ണ ഭഗവാൻ പറയണത് ഇനി എന്നോട് ചോദിക്കരുത്, എനിക്ക് ദേഷ്യം വരുന്ന പറയണം. കുട്ടി ഇപ്പോഴും പേടിച്ച അവസ്ഥയിലാണോ? ഇല്ല, കൊച്ചിനെ പേടിയില്ല. കൊച്ചിനെ സുരക്ഷിതമായിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. കൊച്ചിന്റെ ഫാമിലി മാറി നിൽക്കാണ്. പക്ഷെ പൊട്ടല്ലേ എന്ന് ഞങ്ങൾ നിരന്തരം ഒരു ദിവസം പോലും അങ്ങനെ പ്രാർത്ഥിക്കാം. ആ കുട്ടിയും കൂടെ എറണാകുളത്ത് പോയോ? അവര് പോയി, എറണാകുളത്ത് പോയി. അവര് പാലക്കാട് സെറ്റിലായി. അപ്പൊ അവരുടെ ബിസിനസ് ഒക്കെ കൊച്ചിയിലെ അതൊക്കെ നിർത്തി, വേണ്ടാന്ന് വെച്ചു. അത്രത്തോളം വിശ്വാസമാണ് അവർക്കതിൽ. നോക്ക്, അവർക്ക് മാത്രമല്ല, ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ആർക്കും ഇതിനെ അവിശ്വസിക്കാൻ പറ്റില്ല. ഇത് കാരണം പറയാം. മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് സർക്കാർ പറയും, ചിലര് മദ്യപിച്ച് ഓടിക്കും, ഇല്ലേ? ഇന്ന് അതേപോലത്തെ ഒരു അവസ്ഥയാണ് ജനങ്ങള്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല, മനസ്സിലാവില്ല. സ്പെഷ്യലി ആത്മീയത എന്ന് പറയുന്നത് ഒരു വിശ്വാസമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വലിയ ന്യൂസ് കേട്ടു, ഒരു ഉൾക്ക ഭൂമിയിൽ പതിക്കാൻ പോവാന്ന്, ഇല്ലേ? അത് എത്രയോ വലിയൊരു ഡാമേജ് ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. സയൻസ് പ്രഡിക്റ്റ് ചെയ്തു ഇന്ന ഭാഗത്ത് ഇങ്ങനെ വരുന്നൊക്കെ പറഞ്ഞിട്ട് അത് എവിടെയോ പോയി. ആരെങ്കിലും അതിനെ കളിയാക്കണ്ടോ? ഇനിയും സയൻസ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് ആത്മീയതയെ നിങ്ങൾ പുച്ഛിച്ച് കാണുന്നത്? നിങ്ങളല്ല, ഞാൻ പൊതുജനങ്ങളോടാ ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഗുരുജി ഇവരുടെ ഈ പ്രവചനത്തിന് ശേഷം ഗുരുജി ഞാനും നടത്തിയ ഇന്റർവ്യൂവിൽ ഗുരുജി പറഞ്ഞു, ജനങ്ങളൊന്ന് മാറിയാൽ മതി, ശവക്കര കഴിക്കുന്നതൊക്കെ ഒന്ന് നിർത്തിയാൽ മതി, ഇതൊക്കെ അങ്ങ് മാറിപ്പോവും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അങ്ങയോട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയോ ഞാൻ അങ്ങയെ വിളിച്ച സമയത്ത് അങ്ങനോട് പറഞ്ഞു, ഈ കന്നുകാലികളെയൊക്കെ അറക്കാൻ വേണ്ടി കൊണ്ട് കെട്ടിയിട്ട് കഴിയുമ്പോ എന്റെ മരണം ഇപ്പൊ സംഭവിക്കുമോ എന്ന് പേടിച്ച് അതിന്റെ മനസ്സ് പെടയാറുണ്ട്. അത്തരത്തിലാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം ഇത് പൊട്ടുമെന്ന് പറഞ്ഞപ്പോ പലരെയും മനസ്സ് പെടഞ്ഞത്. അവർ അനുഭവിക്കണം. ഒരു സംശയം ഞാൻ പൂർത്തിയാച്ചോട്ടെ. അവർ അനുഭവിക്കണമെന്ന് ഗുരുജി പറഞ്ഞു. അപ്പോ ഇപ്പൊ ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു വൈറസ് വരുന്നു എന്ന് അങ്ങ് പറയുന്നത് അവരെ നേർവഴിക്ക് നയിക്കാൻ, അതായത് അങ്ങ് പറയുന്ന രീതിയിലുള്ള നേർവഴിക്ക് നയിക്കാൻ, അതായത് അവര് വെജിറ്റേറിയൻ ആക്കാനുള്ള അങ്ങയുടെ ഒരു തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞ എന്റെ തന്ത്രമല്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ ന്യൂസായിട്ട് പുറത്തു വരട്ടെ, അപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞോളും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു 25 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ അത് ന്യൂസ് വെളിയിൽ വന്നിരിക്കും, ഒരു മാറ്റമില്ല. ഇത് ന്യൂസ് വെളിയിൽ വരും, ഇത് ലോകം അറിയും, ലോകം തന്നെ ചർച്ച ചെയ്യും. കാരണം ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ദുബായ് മറ്റു പല രാജ്യങ്ങളിലും അവര് ഇതിനെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി അവിടെ സംസ്കൃതവും മറ്റുള്ള ഭാഷയൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. എന്തുകൊണ്ടാ? ഈ വൈബ്രേഷനിൽ ചേഞ്ച് വരുത്താനുള്ള എന്താണെന്ന് മനസ്സിലാക്കി അവർ സംസ്കൃതം സ്കൂളുകളിൽ അവരുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. കാരണം എന്താണ്? ഈ വൈബ്രേഷന്റെ, അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ വൈറസ് അവരെ ഡയറക്റ്റ് ബാധിക്കില്ല. പല രാജ്യങ്ങളും ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്, വെറുതെ അല്ല. ഈ പല രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇത്രയും വലിയൊരു വൈറസിനെ ഉണ്ടാക്കിയത്. ഈ ആർക്കാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം നശിപ്പിച്ചിട്ട് ഇത്ര വലിയ ലാഭം കൊയ്യാനുള്ളത്? എനിക്ക് അറിഞ്ഞുകൂടില്ല ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് പല രാജ്യങ്ങൾക്കും പങ്കുണ്ട്. ഇത് ഇന്ന രാജ്യമെന്ന് എണ്ണി പറയണോണ്ട് എന്താ കാര്യം? ഇന്ത്യക്ക് പങ്കുണ്ടോ? ഇന്ത്യക്ക് പങ്കില്ല. ഇന്ത്യക്ക് ഒരിക്കലും പങ്കില്ല. അല്ല, ഇന്ത്യക്ക് പങ്കുണ്ടെങ്കിൽ പിന്നെ മോദിജിയും അജിത് ഡോവലും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ പോവോ? അവരിത് ചെയ്യുന്നു എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ എന്താണ് ഒരു ഉറപ്പുള്ളത്? ഏത് ഇത് തടയുന്ന ഇത് നോക്ക്, ഇത് കാണിക്കുമ്പോ അതിന്റെ പ്രിവെൻഷനെ പറ്റിയിട്ടും ഇത് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇതിങ്ങനെ അറിയണമെന്ന് ഓർത്തിരിക്കല്ല. ഒരു ദിവസം ഒരു വൈറസുമായിട്ട് ഒരാൾ ഫ്ലൈറ്റിൽ കയറണമെന്ന് നമ്മളിങ്ങനെ കാണിച്ചു തരാമല്ലോ. ഒരാൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോണു, ഒരു ഫ്ലൈറ്റ് ആണ്, പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ അയാളൊരു അസ്വാഭാവിക അവസ്ഥയിൽ പെരുമാറുകയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി വരും. ഒരു ഫിലിം കാണുന്ന പോലെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ തന്നെ ഉള്ളിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഇത് എന്താണെന്ന് കാണിക്കുന്നത്, എവിടെ നിന്നാണ്, എന്താണ്, എത്ര ആളുകൾ കൂടിയിട്ടാണ്, ഇതിന്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ പോലും തിരിച്ചറിയണത് ഇതൊരു വൈറസ് ആണെന്നും ഈ വൈറസ് ഇന്ന രൂപത്തിലാണ് രൂപപ്പെട്ടേക്കണെന്നും അത് ഇന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നേക്കണെന്നും. ഇത് അവരെ ബാധിക്കാതിരിക്കാനുള്ള ടെക്നിക്ക് എനിക്കറിയാം. എന്താണത്? ആ ടെക്നിക്ക് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോ ഖുർആൻ എന്ന് പറയുന്ന ബുക്കൊന്നും ഇല്ലാത്തതല്ല. അവരെ ഭയപ്പെടുത്താനോ അവരെ ചീത്തയാക്കാനോ പറഞ്ഞല്ല. ആർക്ക് വേണമെങ്കിലും ഖുർആൻ എടുത്ത് എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കാം ഈ പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്ന്. എന്റെ ഖബറിടങ്ങളിൽ നമസ്കരിക്കാൻ ആളില്ലാത്ത കാലം വരുമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വാചകം എങ്ങനെയല്ല, അതിനകത്ത് അറബിയിലാണ് എഴുതിയേക്കുന്നത്. ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അത് വായിച്ച് കേട്ടതാണ്. എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞത് എനിക്കത് വിശ്വസിക്കാം. അങ്ങനെ ഒരാളിൽ നിന്നാണ് ഞാനത് കേട്ട് മനസ്സിലാക്കിയത്.
അപ്പൊ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയണമെന്ന് എനിക്കത് മനസ്സിലായി. ഇനി രണ്ടാമത്തത് 786 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് ഖുറാനിനകത്ത്. ഈ 786 ഡീകോഡ് ചെയ്യാൻ എനിക്ക് നേരത്തെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ രോഹിത്തിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെയും അലൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സൂക്ഷ്മ ശരീരവുമായിട്ട് ഇൻഫിനിറ്റി പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൂൺ സൈഡിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും. ഓസോൺ ലെയർ നമ്മൾ തടയും. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും പിന്നെ ഉണ്ടാവില്ല. അതായത് നമ്മുടെ മനസ്സിന്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് ലെയേഴ്സും നമ്മളെ ഫിൽട്ടർ ചെയ്ത് ഈ പറയുന്ന വൈറസ് നമ്മളെ ബാധിക്കാണ്ടിരിക്കും. മൂൺ സൈഡ് നമുക്ക് ഇമ്മ്യൂണിറ്റി സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ SMS മെഡിറ്റേഷനിലൂടെ ഈ പ്രോബ്ലം തടയാമെന്ന് എനിക്ക് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കി തന്നിട്ടാണ് ഇന്ന് ഈ വൈറസിനെ പറ്റി മനസ്സിലാക്കി തന്നേക്കുന്നത്. ഇല്ല, ഇതൊന്നും എനിക്ക് വേണ്ടി പറഞ്ഞതല്ല. നാളെ ബാധിച്ചു കഴിയുമ്പോ പിന്നെ നമ്മൾ കരഞ്ഞിട്ട്. അങ്ങയുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് പനി ബാധിക്കാറുണ്ടോ? പനി ബാധി നോർമൽ പനിയൊക്കെ അതും ഒരു വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ ആയിരിക്കില്ലേ ചില പനികൾ? ഞാൻ ഇതിനൊന്നും എന്താ പറയുക, പനി വരില്ല, ഞാൻ മരിക്കില്ല, ഞാൻ ദൈവമാണ്, ഇതൊന്നും അല്ല പറയണത്. ഇതെല്ലാം ഭൂമിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾക്ക് ഇത് ഗുണപ്പെടും. നോർമൽ ചില കാര്യങ്ങൾ നമുക്ക് വന്നു മിസ്റ്റേക്ക് ചെയ്യാത്ത മനുഷ്യനുണ്ടോ? അപ്പൊ ചിലപ്പോ പനി വരും, ചിലപ്പോ ജലദോഷം വരും. ഈ പറയുന്ന എനിക്ക് ചിലപ്പോ നാളെ ക്യാൻസർ വന്നുകൊണ്ടിരിക്കട്ടെ. അതേ ഗുരുജിക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? എന്റെ കർമ്മഫലമാണ്, അതെനിക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇതൊരു വൈറസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സമൂഹത്തെ മുഴുവൻ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിട്ടിരിക്കുന്ന സാധനമാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് അങ്ങ് നടത്തിയ ഈ പ്രവചനമെന്നോ പ്രഖ്യാപനമെന്നോ അല്ലെങ്കിൽ അങ്ങേ പ്രപഞ്ചം കാണിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഇത് അങ്ങയുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് ഞാൻ പറഞ്ഞ പറയണ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാണോ ഒരു പബ്ലിസിറ്റിക്ക് നല്ലത്? വേറെ എന്തെല്ലാം മാർഗമുണ്ട് എനിക്ക് പബ്ലിസിറ്റി ചെയ്യാൻ? ഇതിനും കുറച്ചുകൂടി ഭംഗിയായിട്ട് സന്തോഷ് പണ്ഡിറ്റ് നല്ല ഭംഗിയായിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മുടെ ബോബി ചെമ്മണ്ണൂർ നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. ഞാനൊരു ആഡ് ഫിലിം മേക്കർ അല്ലേ? എനിക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു രീതിക്ക് പോയിട്ട് വേണം? ഞാൻ ജീവിക്കുന്ന സത്യം വധാ ധർമ്മം ജല. അല്ല, അങ്ങനെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴും അങ്ങേ ഇന്റർവ്യൂകളെ നിർബന്ധിച്ച് ഞാനാണ് പിടിച്ചിരുത്താറുള്ളത്. അങ്ങ് ഇരിക്കണം, വരണം എന്ന് പറഞ്ഞ് ഞാനാണ്. കാര്യം ഞാൻ ഇപ്പൊ സംസാരിച്ച വെപ്പൺ എക്സ് എന്ന് പറയുന്ന വൈറസിനെ പറ്റി ശരിക്കും ഒരു പ്രസ് മീറ്റ് നടത്തണം എന്നെ മനസ്സിൽ പറയാ. കാരണം ഇത് ലോകം അറിയണം. ഇത് ഒരു കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറസ് ഉണ്ടായിട്ടുണ്ട്. ആ വൈറസ് വരുമെന്നുള്ളതിന് സംശയമില്ല. അത് തടയാൻ നമ്മൾ മാനവരാശി, മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ മതി ഇത് ഇല്ലാണ്ടാക്കാം. അപ്പൊ അങ്ങ് ഇപ്പൊ അവസാനമായി പറഞ്ഞു വെക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല. അങ്ങയുടെ ശിഷ്യർ കണ്ടതിൽ ദിവസങ്ങൾ മാറിയിട്ടില്ല. ഒപ്പം തന്നെ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഇസ്ലാം മത വിശ്വാസികൾക്ക് മേൽ ഒരു വൈറസ് പടർന്നു പിടിക്കാൻ പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും മാത്രല്ല, ഇനിയും പറയണമെങ്കിൽ കുറെ ഉണ്ട്. ഒരു 10-20 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? രാജ്യത്തിന് കൊടുക്കേണ്ടത് രാജ്യത്തിന് കൊടുക്കുക. പക്ഷെ ഇതിനകത്ത് അങ്ങ് വളരെ അങ്ങ് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, സാധാരണഗതിയിൽ ആളുകൾക്കുടെ മനസ്സിലുണ്ടാകാൻ പോകുന്ന ഒരു ചിന്തയാണ്. അങ്ങ് വളരെ തന്ത്രപരമായിട്ട് ഇത് പറയുന്നു എന്നാണ് ചില ആളുകൾ പറയുന്നത്. കാര്യം ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കാഞ്ഞതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഇത് രോഹിത്തെ, അമ്മയെ തല്ലിയാലും 2 ചൊല്ലാണ്. നമുക്ക് എത്ര നല്ല സതുദ്ദേശത്തോടു കൂടി എന്ത് ചെയ്താലും അത് നന്മയിൽ ഭവിച്ചോ. ഗുരുജിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇയാള് പറഞ്ഞിട്ട് മുല്ലപ്പെരിയാർ പൊട്ടിയില്ല, അതെന്താ ഇയാൾ പറഞ്ഞിട്ട് ഇത് പൊട്ടാത്തെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിനക്കിത് പൊട്ടണമായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ആളുകൾ ഉണ്ടാകും എന്ന വിശ്വാസം അങ്ങയുടെ കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെയല്ല. ഈ ഡാം പൊട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് 1000 കാരണങ്ങളുണ്ട്. എന്താണെന്നറിയോ? അങ്ങയുടെ കുടുംബമൊക്കെ ആലുവയിലാണ്. അയ്യോ, അതല്ല, എന്റെ കുടുംബത്തെ ബാധിക്കുന്നതല്ല ഞാൻ പറയണത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു രീതിയുണ്ട്. ആ കേരളം രൂപപ്പെട്ടതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നമ്മൾ പറയുന്ന പരശുരാമന്റെ മഴു എന്ന് പറയുന്നത്, അതിനൊക്കെ പിന്നില് ആ മഴു എന്താണെന്നും അത് എങ്ങനെ രൂപപ്പെട്ടു എന്നും ആ ഭാഗം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ എനിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുറച്ച് ആളുകൾ നശിക്കുന്നുണ്ടോ, ആ ഡാം അവിടെ നിന്ന് പോകുന്നുണ്ടോ, എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ആ ഡാം വേണമെന്ന് വിചാരിച്ചാൽ, പ്രപഞ്ചം വേണമെന്ന് വിചാരിച്ചാൽ ഒരു എന്താ പറയുക, ഒരു വെറുതെ ഒരു ചുഴി പോലെ ഉണ്ടാക്കി മുഴുവൻ പ്രപഞ്ചത്തിന് വലിച്ചെടുക്കാൻ പോലും പറ്റും.
പ്രപഞ്ചത്തിന്റെ ശക്തി എന്താന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഈ പ്രപഞ്ച ശക്തിയെ അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയാ, എന്നെ തെറി വിളിക്കുന്നവർ വിളിക്കട്ടെ, എനിക്ക് അതിന് കുഴപ്പമില്ല. ആത്മാർത്ഥതയോടുകൂടി തന്നെ പറയാണ്, ഹൃദയത്തിൽ കൈവച്ച്. പ്രപഞ്ചം ഒന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാനും പ്രപഞ്ചത്തിന് പറ്റും. മനുഷ്യനൊന്ന് മാറിയാൽ മാത്രം മതി, ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രശ്നങ്ങളും നമുക്കില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. മനുഷ്യനെ പോലെ ഒരു നികൃഷ്ട ജീവി വേറെ ഉണ്ടോ രോഹിത്തെ? മനുഷ്യനെ പോലെ ഈ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും എല്ലാറ്റിനെയും ഉപദ്രവിക്കുന്ന മറ്റേതൊരു ജീവിയാ ഉള്ള ഈ പ്രപഞ്ചത്തിൽ? മനുഷ്യനൊന്ന് നേരെ നടക്കണമെന്നുണ്ടെങ്കിൽ 1.5 വർഷം വേണം, വേണ്ടേ? മനുഷ്യനെ മര്യാദയ്ക്കൊന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15 വയസ്സെങ്കിലോ. മനുഷ്യനൊന്ന് നന്നായിട്ട് സംസാരിക്കാൻ, ബിഹേവ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ വയസ്സായാലും പഠിക്കുമെന്ന് അറിയില്ല. ഭക്ഷണം രുചിയോടെ കഴിക്കാൻ ആസ്വദിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വയസ്സായി ICUയിൽ കിടക്കണം. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ജീവിയെ എങ്ങനെയൊക്കെ കാണിച്ചാണ് ഇങ്ങനെ കഴിവുള്ളവനാക്കി മാറ്റിയെടുക്കാൻ ഈ പ്രപഞ്ചം കഷ്ടപ്പെടണമെന്ന് ആലോചിച്ചു നോക്ക്. മറ്റേതെങ്കിലും ജീവജാലങ്ങൾ സ്കൂളിൽ പോകണ്ടോ? മറ്റേതെങ്കിലും ജീവജാലങ്ങൾക്ക് പാഠ്യവിഷയമുണ്ടോ? മറ്റേതെങ്കിലും ജീവജാലങ്ങൾ പല്ല് തേക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും ജീവജാലങ്ങൾ കുളിക്കാൻ പോകുന്നുണ്ടോ? പക്ഷെ അവരെല്ലാരും ധ്യാനിക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും കർമ്മഫലം അനുഭവിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്ന സിംഹം പോലും വേട്ടയാടി ജീവിക്കും. അതിന്റെ കാലിലും ഒരു മുള്ളു കൊണ്ടാൽ അതിനുശേഷം പിന്നെ അതിന് സഹായിക്കാൻ ആരുമില്ല. അതിന് വല്ല ചീറ്റപ്പുലി പിടിച്ച് കടിച്ചു കീറി കൊന്നത്. മനുഷ്യനാണോ? മനുഷ്യൻ അവസാനം വരെ മനുഷ്യൻ തന്നെ സംരക്ഷിക്കുകയാണ്. ഇത് സംരക്ഷണത്തിന്റെ അങ്ങറ്റം പോയി. ഈ തസ്മൈ ഗുരുജി ആളുകളെ പറ്റിക്കുകയാണ്, തസ്മൈ ഗുരുജി ആളുകളെ വെറുതെ പാനിക്കാക്കുകയാണ് എന്നൊക്കെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പാനിക് ആക്കാനുള്ള, എന്റെ അടുത്ത് സൊല്യൂഷൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറയണ്ടോ? നമ്മൾ നോർമലി ഇതുവരെ കേട്ടിട്ടുള്ളത് എന്താ? ഒരു പ്രശ്നം വന്ന ശേഷം അതിനെന്താണ് പരിഹാരം എന്ന് അന്വേഷിച്ചു പോവാണ്. വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനുശേഷം നമ്മൾ പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല. അടുത്ത വെള്ളപ്പൊക്കം വന്നാലും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വരാൻ പോകുന്ന ഓരോന്നിന്റെയും പ്രശ്നം പറഞ്ഞ് അതിന്റെ പരിഹാരം കൂടി നിർദ്ദേശിക്കുകയാണ്. ആ പരിഹാരം എന്റെ നാവിലൂടെ പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ അത് 1000 കാതിൽ ചെല്ലുന്നുണ്ടെങ്കിൽ 500 പേര് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന് അത്രയും ആ സഹനം കുറഞ്ഞു കിട്ടുക. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മളൊന്ന് ആലോചിക്കുക. ഈ കാണുന്ന നമ്മുടെ ജീവജാലങ്ങളെ, പ്രപഞ്ചത്തിലെ ഓരോ കോഴിയാവട്ടെ, ആടാവട്ടെ, പോത്താവട്ടെ, ഈ മൃഗങ്ങളെ ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഒരു വിശേഷമോ അല്ലെങ്കിൽ പൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് നമ്മൾ അതിനെ കൊലയ്ക്ക് വേണ്ടി കൊണ്ടു നിർത്തുമ്പോൾ അതിന്റെ വേദന നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതേപോലെ നമ്മളും ഇനി ഇഞ്ചിഞ്ചായി ഞാൻ ഉൾപ്പെടെ അനുഭവിക്കാൻ പോവാണ്. ഞാനും ആ ഡാമിന്റെ താഴെ ജീവിക്കുന്ന ആളെ. എനിക്ക് ഒരു ദിവസത്തേക്കാണെങ്കിലും 10 ദിവസത്തേക്കാണെങ്കിലും കേരളത്തിൽ വരണമെങ്കിൽ വന്നല്ലേ പറ്റുള്ളൂ. ഞാൻ വരുന്ന ദിവസം അത് പൊട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോ ഞാൻ വരാൻ വേണ്ടിയിട്ടായിരിക്കും പ്രപഞ്ചം കാത്തിരിക്കുന്നത്. അങ്ങയുടെ ശിഷ്യൻ പറഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ടയിലായിരുന്നു. ഞാൻ പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട് അങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ പത്തനംതിട്ടയിലാണ്. ഡാം പൊട്ടിയാൽ ആദ്യം ഒലിച്ചു പോകുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും. ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇത് തന്നെയാ പറയണത്. അപ്പൊ ആ മൃഗങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു 1000-ൽ 1 പോലും നമ്മളിപ്പോ അനുഭവിക്കണില്ല. നമ്മളൊന്ന് പൊട്ടുന്ന് കേട്ട് കുറച്ചൊന്ന് അലർട്ടായി, ചെറുതായിട്ട് ചിലരൊക്കെ ഒന്ന് വിഷമിച്ചു. ബാക്കി മൃഗങ്ങൾ അങ്ങനെയല്ല. അവർക്കറിയാം അവരെ കൊല്ലുമെന്ന്. ആരുടെ പേര് പറഞ്ഞ? ദൈവത്തിന്റെ പേര് പറഞ്ഞ് കൊന്നു കൊല വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു കുട്ടിയുടെ വിവാഹം എന്ന് പറഞ്ഞ്, വിരുന്നെന്ന് പറഞ്ഞ്, വീട്ടിലെ സന്തോഷം എന്ന് പറഞ്ഞ്, ജീവിക്കാൻ ആഗ്രഹമുള്ള ജീവിയെ കൊന്നു കൊല വിളിക്കുകയാണ്. ഈ മനുഷ്യന് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് പ്രപഞ്ചം നൽകേണ്ടത്? രോഹിത് തന്നെ പറ. അപ്പോ ഈ ഉന്മൂലനാശനവും ഇതെല്ലാത്തിനുമുള്ള കാരണം എവിടെ നിന്നാണെന്ന് വിദ്വേഷവും പകയും ഇല്ലാണ്ടാക്കി നമ്മൾ മനുഷ്യരായി സാഹോദര്യത്തോടു കൂടി ജീവിക്കാൻ ഈ മിശ്രബുക്കുകളായ മനുഷ്യന് ഇത് ആഹാരമാക്കാൻ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി തന്നെ അനുവദിച്ച് കൊടുത്തിട്ടില്ലേ ഗുരുജി? ഈ വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേട്ടില്ല, മനസ്സിലായില്ല. മനുഷ്യൻ മിശ്രബുക്കുകളാണ്. അല്ല, ഒരിക്കലും അല്ല. മനുഷ്യൻ സസ്യബുക്കാണോ? മനുഷ്യൻ ഭക്ഷണം പോലും വേണ്ടാത്ത ജീവിയാണ് ശരിക്കും. അതിനകത്ത് എക്സെപ്ഷണൽ കേസാണ് ഈ ധ്യാനത്തിലിരിക്കുന്നവര്. അത് മനുഷ്യനായിട്ട് ഭൂമിയിൽ മനുഷ്യന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഗുരുജി മുന്നോട്ട് പോകാൻ പറ്റുക? എന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടാവും. കാരണം ഞാൻ ഈ വെയിറ്റ് കൂടുന്നത് കൊണ്ട് കഴിഞ്ഞ 5 ദിവസമായി ഡയറ്റിങ്ങിലാണ്. മിതമായ ആഹാരമാണ് കഴിക്കുന്നത്. അതിൻ്റെതായ ക്ഷീണം എന്റെ മുഖത്തുണ്ട് എന്നാണ് എന്നോടൊപ്പം ജോലി. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനുത്തരം ഞാൻ പറയാം. നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ഒന്ന് സൂം ക്ലാസ്സിൽ കയറിയിട്ട് റാൻഡം ഒരു നമ്പർ എടുത്തേച്ച് വിളിക്കുക. നിങ്ങളുടെ ഫുഡ് ഇൻടേക്ക് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി അവർ പറയും എന്റെ ഫുഡിന്റെ ഇൻടേക്ക് ഇന്ന് 3-1 മാറിയിട്ടുണ്ടെന്ന്. അതിന് കാരണം എന്താ ഞാൻ പറഞ്ഞാൽ, ഇതാണ് സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര കഴിക്കണമെന്ന് അറിയില്ലാണ്ട് നമ്മൾ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മൾ സൂര്യപ്രകാശത്തിൽ നേരിട്ട് എനർജി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ സൂക്ഷ്മ ശരീരം തയ്യാറാവും. അതായത് സൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്താൽ പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് നമുക്ക് എനർജി സ്വീകരിക്കാൻ പറ്റും.
അപ്പൊ നമുക്ക് ഇൻടേക്ക് ഫുഡിന്റെ അളവ് വളരെ കുറച്ചു മതി. നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോയി കഴിയുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ജീവജാലങ്ങളെ കൊല്ലണമെന്നോ അനാവശ്യമായിട്ടുള്ള ചിന്തകളോ സുഖഭോഗങ്ങളോടുള്ള അമിത ആഗ്രഹമോ നമുക്ക് ഇല്ലാതെ പോകും. അപ്പോ വൈകിട്ട് നമ്മൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി സപ്ലൈ പ്രോപ്പർ ആയിട്ട് ലഭിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഇല്ലാണ്ടാവും. ഇതൊരു വലിയ സയൻസ് ആണ്. പക്ഷെ ഏറ്റവും സിമ്പിൾ രൂപത്തിലാണ് നിങ്ങളോട് പറയണത്. ഞാൻ ഈ റിസർച്ച് ഈ ടീമിനെ കൊണ്ടു നടക്കാൻ എനിക്കൊരു മാസം എത്ര രൂപ ചെലവുണ്ടെന്ന് രോഹിത്തിന് അറിയും. നമ്മൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞു പോണത് തമാശയല്ല. ഇതിനകത്തുള്ളതൊക്കെ വലിയ വലിയ ഡോക്ടർമാരാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ഡോക്ടർമാർ വരെ ഉണ്ട്. അപ്പൊ വെറുതെ വഴിക്കൂടെ പോകുന്ന തമാശക്ക് ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ഡോക്ടറാക്കി വെച്ചേക്കണല്ല. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾക്ക് ശേഷം ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ? എന്താ പറഞ്ഞേ? ഈ മുല്ലപ്പെരിയാർ വിഷയങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം ഈ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞല്ലോ, അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവരുടെ എണ്ണം, ഗുരുജിയെ വിശ്വസിക്കുന്ന ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ? ഇല്ല, കൂടിയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊരു മിതമായിട്ട് ഇങ്ങനെ തന്നെ പോകണം. ഡെയിലി ഒരു 10 അത് പഴയതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ വന്നു പോകണം, അത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നു പറയാനില്ല. എനിക്ക് വേണം കുറെ ആൾക്കാർ പോയിട്ടുണ്ടാവാനേ സാധ്യതയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് അതുപോലെ നടന്നില്ലല്ലോ. അപ്പൊ ആൾക്കാർ പോവല്ലേ ഉള്ളൂ. എങ്ങനെയാ കൂടുതൽ തന്നെ? അപ്പൊ അത് ശിഷ്യസമ്പത്തിന് നഷ്ടം സംഭവിച്ചു. ഇല്ല, എനിക്ക് ശരിക്കും ശിഷ്യസമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ല ആഗ്രഹം. എനിക്ക് ഈ സനാതന ധർമ്മത്തിന്റെ സത്യം എന്താന്ന് നാളെ ലോകത്തിന് തുറന്നു കാണിക്കാൻ വേണ്ടി സയന്റിഫിക് എവിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശരി, ഞാനിപ്പോ ഈ സെഷനിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു 10-ലധികം പേർ അങ്ങ് തന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ വേണം, അങ്ങയുടെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും രോഹിത് പറഞ്ഞിട്ട് ഞാൻ നോന്ന് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ അപ്പൊ തന്നെ യെസ് എന്ന് പറയല്ലേ? അല്ല, ശരിയാണ്. അങ്ങ് ഇതിന് 2 ദിവസം മുമ്പേ തയ്യാറായിരുന്നു. പക്ഷെ ഞാനാണ് എനിക്ക് തന്നെ അങ്ങയുമായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബത്തിലുണ്ടായ ഒരു മരണത്തെ തുടർന്ന് അതിന്റേതായ തിരക്കിലായിപ്പോയി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രോഹിത് അല്ല, എന്നെ ഒരു 1000 മീഡിയ വന്ന് ഇന്റർവ്യൂ ചെയ്താലും ഞാൻ ഇതേ വാക്ക് തന്നെ പറയുമായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, അതാണ് പ്രപഞ്ചം എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഞാൻ അത് തന്നെ പറയുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നുള്ളതിന്റെ ആ ഒരു വിശ്വാസം എന്നിൽ നിന്ന് എനിക്കെടുത്ത് കളയാൻ പറ്റില്ല. പ്രപഞ്ചം എത്ര ദിവസം വേണമെങ്കിലും മാറ്റിക്കോട്ടെ, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ അറിഞ്ഞ സത്യം സത്യമായി തന്നെ ഞാൻ പറയും. എനിക്ക് ഒരിക്കലും ഇത് കബഡി നിരത്തിയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരിലോ പറയുന്നതല്ല. ഞാൻ ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെ അടുത്തതുകൊണ്ട് ഇടുക്കി ഡാമിന്റെയും കൂടി കിടപ്പുണ്ട്. ഞാൻ അതിന്റെ ഇമേജ് വരച്ചേക്കുന്നത് രോഹിത്തിന് അയച്ചു തരാം. എങ്ങനെയാണ് ആ വിള്ളൽ വരാൻ പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത്, അതും PM-നെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ആ വെള്ളത്തെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും വൃത്തികേടായിട്ട് ജീവിക്കാം. പക്ഷെ വെള്ളം ഊറ്റിക്കളയില്ല. പ്രപഞ്ചത്തിന്റെ ഒരു ഹുക്ക് മനസ്സിലാക്കണം. ഇതിനെ തമിഴ്നാടിന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തോണം നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്തിട്ട് അത് പ്രപഞ്ചമാണോ ചെയ്തത്? ഇവിടുത്തെ പഴയ CPS. ഒരു മിനിറ്റ്, ഇനി ഇതിന്റെ ഒരു മഹത്വരമായ കാര്യം പറയണത്. കേരളം നന്നായാൽ ലോകം മുഴുവൻ നന്നായി. കാരണം എന്താണെന്നറിയോ? കേരളത്തിൽ നിന്നാണ് അറിവിന്റെ തുടക്കം പോകാൻ പോണത്. ഇനി ഇത് ഭാരതം മുഴുവൻ വ്യാപിച്ചിട്ട് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള മറ്റേ ഈ പേജറിന്റെ ഇത് കണ്ടില്ലേ? പേജറുകൾ പൊട്ടിത്തെറിച്ചു. ആരാ ഇൻവോൾവ് ചെയ്തേക്കണേ? ആരാണ്? മലയാളിയല്ലേ? മലയാളിയുടെ ബുദ്ധി കുറവല്ല. അപ്പൊ ഈ പുതിയ ലോകത്തിന്റെ പുതിയ അറിവുകൾ സമ്മാനിക്കാൻ പോകുന്ന ആലുവയിൽ ഭൂജാതനായ, അങ്ങനെയല്ല പറഞ്ഞത്. ബുദ്ധി ആവട്ടെ, സബുദ്ധി ആവട്ടെ, നല്ലതാവട്ടെ, ചീത്തയാവട്ടെ, എല്ലാ ബുദ്ധിയും കേരളത്തിൽ തന്നെയാണ് വന്ന് ഇറങ്ങണത്. ഓക്കെ ഗുരുജി, എന്തായാലും നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. സോറി പറഞ്ഞു. അല്ല, പറയൂ ഗുരുജി, പറയൂ. കേരളം നന്നായി കഴിയുമ്പോ ഭാരതം മുഴുവൻ നന്നായി. കേരളത്തിൽ നിന്ന് അതിന്റെ നാന്ദി തുടക്കം കുറിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കേരളത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇടിച്ചു പിഴിഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ മഹാരാഷ്ട്ര കിടന്ന ഞാൻ പിന്നെ എന്തിനാ കേരളത്തിലേക്ക് വന്നത്? കേരളത്തിൽ തന്നെ കൊണ്ടുവന്ന് കേരളത്തിൽ തന്നെ തുടങ്ങി. അവിടെ ഒരു ഡാം ഉണ്ട്, അതിന്റെ താഴെ കൊണ്ടുവന്ന് എന്നെ താമസിപ്പിച്ച് ഈ ഇഷ്യൂ പ്രശ്നമൊക്കെ എന്റെ നാവ് കൊണ്ട് പറയിപ്പിച്ച്, ഇപ്പൊ അടുത്ത വെപ്പൺ എക്സ് എന്ന് പറഞ്ഞ വൈറസിനെ പറ്റിയും പറയിപ്പിച്ച്, ഇതെല്ലാം നമ്മളെ കൊണ്ട് തന്നെ ഇങ്ങനെ പറയിപ്പിക്കുക പ്രപഞ്ചം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കേരളത്തിൽ നിന്ന് ഒരാളെ പ്രതീക്ഷിക്കാമോ? അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല, പ്രതീക്ഷിക്കാം. കേരളം അംഗീകരിച്ചാൽ, കേരളം മാറിയാൽ ഡെഫിനറ്റ്ലി എനിക്ക് 2 വലിയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തെ പറ്റിയിട്ട് അറിയാവുന്ന ഞാൻ പറയാം. നമ്മുടെ രജനികാന്ത് അതുപോലെ സുരേഷ് ഗോപി, ഇവർക്ക് 2 പേർക്കും കേന്ദ്രം വരെയുള്ള സ്കോപ്പ് കിടപ്പുണ്ട്. അല്ല, സുരേഷ് ഗോപി കേന്ദ്രത്തിലാണല്ലോ, കേന്ദ്രമന്ത്രി ആണല്ലോ. അല്ല,
പ്രധാനമന്ത്രി ആവാനുള്ള സ്കോപ്പ് വരെ കിടപ്പുണ്ട്. രജനീകാന്തിന് അതിനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് വയ്യ. എനിക്ക് അറിഞ്ഞൂടാ പ്രായമായോ ആയുസുണ്ടോ എന്നുള്ളതല്ല. ഇവർക്ക് രണ്ടുപേരുടെയും മുഖം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നൊരാൾ ഭാരതം ഭരിക്കുമെന്ന് പ്രവചനങ്ങൾ വേറെയും ഉണ്ട്. അത് രജനീകാന്ത് ആണോ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറയണതാ. ശരി ഗുരുജി, നമുക്ക് മറ്റൊരു ദിവസം വേറെ വിഷയമായിരിക്കാം. സമയം ആയിക്കോട്ടെ, വളരെ സന്തോഷം. ഞാൻ പറഞ്ഞതോർത്ത് ഭയപ്പെടാതിരിക്കാനോ ഭയപ്പെടാനോ വേണ്ടി പറഞ്ഞതല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നന്മയുടെ ഭാവത്തിൽ ജീവിക്കാമെങ്കിൽ നമുക്ക് സമൂഹത്തിൽ സുഖമായിട്ട് ജീവിക്കാം. കൊലപാതകം ഒഴിവാക്കുക, ഒരു പുഷ്പം പോലും പറിച്ചു വെക്കാതെ പൂജ ചെയ്യാൻ പഠിക്കുക, മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യുന്നവന് ഈ ഭൂമിയിൽ മറ്റൊരു വേല ചെയ്തിടക്കുക. ഇതാണ് പ്രപഞ്ചം പറയുന്ന സത്യം. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ വേദനിക്കേണ്ടി വരില്ല. സന്തോഷവും സുഖവുമായിട്ട് ജീവിക്കാം. അത് ഏത് മതസ്ഥരായാലും വേണ്ടില്ല, മനുഷ്യനായി ജീവിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. നന്ദി, നമസ്കാരം. നമസ്കാരം.